മഞ്ഞക്കുറ്റി പോയി പച്ചക്കുറ്റി വരുമോ? വളരെ കൃത്യമായൊരു ചോദ്യമാണ്. കേരളത്തിൽ 2022 ഇപ്പം 4 വർഷം കഴിയുന്നു. സിൽവർ ലൈൻ എന്നൊരു പദ്ധതി 22 ഒരു 20 കൂടിയാണ് സിൽവർ ലൈൻ എന്നൊരു പദ്ധതി വരികയും തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്ക് മണിക്കൂറുകൾ കൊണ്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന അതീവ ഗൗരവമുള്ള ഒരു പാത 530 കിലോമീറ്റർ ദൂരത്തിൽ മണിക്കൂറിൽ 200 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 200 × 600 3 മണിക്കൂർ ആവുന്നില്ല. 2.5 മണിക്കൂർ കൊണ്ട് 2.5 മണിക്കൂർ കൊണ്ട് കാസർഗോഡ് എത്തുന്ന അതീവ ബൃഹത്തായ ഒരു പദ്ധതി. 63,941 കോടി രൂപയുടെ പദ്ധതി. ഇതാണ് അനൗൺസ് ചെയ്തത്. ഇതിൻ്റെ ഭാഗമായി കേരളത്തിൽ 197 കിലോമീറ്റർ ദൂരത്തിൽ എന്തിട്ടു? മഞ്ഞക്കുറ്റി ഇട്ടു. ഈ മഞ്ഞക്കുറ്റി ഇടുന്നതിന് മുമ്പ് ആളുകൾക്ക് നോട്ടീസ് കൊടുത്തോ? ഇല്ല. അവരോട് പറഞ്ഞോ? ഇല്ല. എപ്പോൾ കുറ്റിയിടുമെന്ന് പറഞ്ഞോ? ഇല്ല. അവരുടെ അനുവാദം എടുത്തോ? ഒന്നുമില്ല. അങ്ങ് സർവേ നടത്തി മഞ്ഞക്കുറ്റി ഇട്ടു. അവർക്ക് കോമ്പൻസേഷൻ കൊടുത്തോ? ഒന്നുമില്ല. അപ്പോൾ സർവേ നടത്തി മഞ്ഞക്കുറ്റി ഇട്ടതോടുകൂടി ആളുകൾ വലിയ പ്രതിസന്ധിയിലേക്ക് പോയി. വലിയ ചർച്ചയായി, സമരമായി, പ്രശ്നങ്ങൾ വളരെ വലുതായി. അപ്പോൾ അത് ഈ കുറ്റികളെല്ലാം കൂടി കേരളത്തിൽ കൊണ്ടിട്ട് വലിയ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്തു. മഞ്ഞക്കുറ്റി സ്ഥാപിച്ച സ്ഥലങ്ങളിൽ തന്നെ 7000-ലധികം മഞ്ഞക്കുറ്റികളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 60 കോടിയിലധികം രൂപ, എന്നാൽ ഒരൊറ്റ മീറ്റർ റെയിൽവേ പാത പോലും നിർമ്മിക്കപ്പെടാതെയാണ് ഈ മഞ്ഞക്കുറ്റി കൊണ്ടിട്ടത്. 2026 മെയ് 26-ന് വി ഡി സതീശൻ്റെ നേതൃത്വത്തിൽ വന്ന UDF സർക്കാർ ആ മഞ്ഞക്കുറ്റികൾ നീക്കം ചെയ്യാൻ തീരുമാനിക്കുകയും ഭൂമി ഏറ്റെടുക്കൽ വിജ്ഞാപനങ്ങൾ റദ്ദാക്കി കേസുകൾ പിൻവലിക്കണമെന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെ വലിയ കലാപം കേരളത്തിൽ നടന്നു. ആളുകളും വലിയ രീതിയിലേക്ക് പോയി. എന്ത് വില കൊടുത്ത് നടപ്പിലാക്കുമെന്ന് സർക്കാരും, അതുപോലെ തന്നെ ഇത് യാതൊരു കാരണവശാലും നടപ്പിലാക്കാൻ സമ്മതിക്കില്ല എന്ന് പ്രതിപക്ഷവും, പിന്നെ വിരുദ്ധ സമിതിയും കൂടി, റെയിൽ വിരുദ്ധ സമിതിയും കൂടി ആയപ്പോൾ പ്രശ്നമായി. എന്നാൽ ലക്ഷക്കണക്കിന് ടൺ മണ്ണിട്ട് പൊക്കിക്കൊണ്ട് കേരളത്തെ 2 ഭാഗമായി പോവും. ട്രെയിനിൻ്റെ റെയിലിൻ്റെ 2 വശത്തുള്ള ആളുകൾ 2 ഭാഗമായി പോവും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പോലും പറ്റാത്ത രീതിയിൽ ആയി പോകും. മാത്രമല്ല ആ പദ്ധതി തന്നെ ഒരു രഹസ്യരേഖയായിരുന്നു. DPR പുറത്തുവിട്ടിട്ടില്ലായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഞാൻ ഈ റെയിലിൻ്റെ MD തന്നെ അവതരിപ്പിച്ച ഡോക്ടർ ആർ വി ജി മേനോനൊക്കെ കൂടെ പങ്കെടുക്കുന്ന ഒരു പരിപാടി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയേഴ്സ് ഹാളിലുണ്ടായിരുന്നു തിരുവനന്തപുരം. ഞാനും ആ പരിപാടി പങ്കെടുത്തതാണ്. പക്ഷേ അന്ന് നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും വളരെ കൃത്യമായി ഉത്തരം പറയാൻ അതിൻ്റെ MDക്കും കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ പിന്നെ 530 കിലോമീറ്റർ നീളമുള്ള നിർദ്ദിഷ്ട പാതയിൽ 122 സ്ഥലങ്ങളിൽ മണ്ണിൻ്റെ പരിശോധന നടത്തിയതിൽ 93% വെരി വീക്ക് സോയിൽ വിഭാഗത്തിലാണെന്ന് റെയിലിൻ്റെ ജിയോ ടെക്നിക്കൽ വിഭാഗം തന്നെ കണ്ടെത്തി. അത് പല സ്ഥലങ്ങളിലും ചതുരശ്ര മീറ്ററിൽ 1 ടൺ ഭാരം പോലും സുരക്ഷിതമായി താങ്ങാൻ കഴിയാത്ത അവസ്ഥയാണെന്നും അവർ രേഖപ്പെടുത്തി. അപ്പോൾ വളരെ സെൻസിറ്റീവായ പ്രദേശത്ത് കൂടെയൊക്കെ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ പോകുമ്പോൾ ഉണ്ടാകുന്ന കലാപങ്ങളും, അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഭൂപ്രകൃതി പരിശോധിച്ച് മഴയുടെ രീതി, മണ്ണിടിച്ചൽ, ഭൂമിയിടിച്ചൽ, കുന്നിടിച്ചിലുകൾ, ഇതെല്ലാം കൂടി മനസ്സിലാക്കുന്ന ഒരു കൃത്യമായ ഒരു പ്രോജക്റ്റ് ആയിരുന്നില്ല അത് എന്നുള്ളതാണ്. പദ്ധതി ചെലവിനെ സംബന്ധിച്ചും വലിയ ആക്ഷേപമാണ് ഉണ്ടായിരുന്നത്. അത് 1 ലക്ഷം കോടിയിലേക്ക് പോകുമെന്ന് പറഞ്ഞു. ഹൈക്കോടതിയിൽ ഇത് വലിയ വാദം വന്നു, തർക്കങ്ങൾ നടന്നു. അവസാനം വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതി, അല്ലെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ടതെന്ന് സർക്കാർ പറഞ്ഞ പദ്ധതി ഉപേക്ഷിക്കേണ്ടി വന്നത്. ഏറ്റവും ഗുരുതരമായ കണക്കുകൾ വന്നു, തെറ്റിദ്ധരിപ്പിക്കുന്ന പഠനങ്ങൾ വന്നു, ധാരാളം കാര്യങ്ങൾ വന്നു. സിൽവർ ലൈൻ വിവാദത്തിൽ പദ്ധതിക്ക് പല വിമർശനങ്ങളും പുറത്തുനിന്ന് എതിർത്തവരിൽ നിന്നല്ല വന്നത് എന്നതാണ്. പദ്ധതിയുമായി ബന്ധപ്പെട്ട പഠനങ്ങളിൽ നിന്നും ഔദ്യോഗിക ഏജൻസിയിൽ നിന്ന് തന്നെ ഈ പദ്ധതി ഫീസിബിൾ അല്ല എന്ന് വന്നു. എന്നാലും ഇത് PPP മോഡലിൽ, പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് മോഡലിൽ നടത്താക്കണം. റെയിൽവേക്ക് പാരലായി, റെയിൽവേയായിട്ട് ചേർന്നിട്ടല്ല, റെയിൽവേ ഗേജുകളുമായിട്ട് ഇത് ബന്ധമില്ല, റെയിൽവേ ട്രാക്കിലൂടെ അല്ല പോകുന്നത്, പാരലായി ഇത് ചെയ്യണം എന്നുള്ള പരിപാടി നടന്നു. കേരളത്തിലെ ജനറൽ കൺസൾട്ടൻ്റായ ഫ്രഞ്ച് കമ്പനിയായ സിസ്ട്ര നടത്തിയ പ്രാഥമിക പഠനം അതിനുദാഹരണമാണ്. അവർ നടത്തിയ പഠനത്തിൽ പോലും കേരളത്തിൻ്റെ ഭൂപ്രകൃതിയും മണ്ണിൻ്റെ സ്വഭാവവും ജനവാസ ഘടനയും പാരിസ്ഥിതിക സവിശേഷതകളും നിലവിലുള്ള റെയിൽ ശൃംഖലയുടെ ബന്ധം എന്നിവ വിലയിരുത്തിയ ശേഷം സിസ്ട്ര ചില നിർണായക നിർദ്ദേശങ്ങൾ പുറത്തുവയ്ക്കുകയുണ്ടായി. എന്നാൽ ദേശീയ റെയിൽവേ ശൃംഖലയെ ബന്ധപ്പെടുത്തുന്ന ബ്രോഡ് ഗേജ് പരിഗണിക്കണം. അവർ പറഞ്ഞിരുന്നതാണ്. പരിസ്ഥിതി ലോലമായ ഉൾനാടൻ മേഖലകൾ കഴിയുന്നത്ര ഒഴിവാക്കണം. സ്റ്റേഷനുകൾ നഗരകേന്ദ്രങ്ങളുമായി ബന്ധിപ്പിക്കണം. ദുർബലമായ മണ്ണിൽ വലിയ ബാങ്കുകൾ നിർമ്മിക്കുന്നത് പരമാവധി. ഇത്തരത്തിലുള്ള ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട്. എന്നാൽ ഇവയൊന്നും സാങ്കേതിക നിർദ്ദേശങ്ങളായിരുന്നില്ല. പദ്ധതിയുടെ അടിസ്ഥാന രൂപകൽപ്പന തന്നെ ബാധിക്കുന്ന കാര്യങ്ങളായിരുന്നു. പിന്നീട് മുന്നോട്ട് വന്ന അന്തിമ ഈ നിർദ്ദേശങ്ങളൊന്നും
സ്വീകരിക്കപ്പെട്ടില്ല എന്നതും വളരെ പ്രധാനമാണ്. അങ്ങനെ 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 200 കിലോമീറ്റർ വേഗത്തിൽ ഓടുന്നുള്ളൊരു സ്വപ്നമാണ് വന്നത്. ഇപ്പോൾ അതെന്തായാലും പദ്ധതി ഉപേക്ഷിച്ചു. ചത്ത കുഞ്ഞിൻ്റെ ജാതകം ഇങ്ങനെ ഇരുന്ന് നമ്മൾ നോക്കുന്നതിൽ ഒരു കാര്യമില്ല. പുതിയ പദ്ധതി വരുമ്പോൾ പച്ചക്കുറ്റികൾ ഇടുമ്പോൾ, പച്ചക്കുറ്റി ഞാൻ ഉദ്ദേശിച്ച കളറല്ല, പച്ചക്കൊടി കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ആശങ്കകൾ മാറുമോ? അതിന് മാറാൻ ഇപ്പോൾ തന്നെ ഈ പദ്ധതി ശ്രീധരൻ അദ്ദേഹം അവതരിപ്പിച്ച ഒരു പദ്ധതിയാണ് ഇപ്പോൾ പരിഗണനയിലുള്ളത്. ആ പദ്ധതി കറക്റ്റാണോ എന്ന് നോക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫീസിബിലിറ്റി നോക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ വിവിധ വശങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി ഗതാഗത സെക്രട്ടറിയും അതുപോലെ തന്നെ CDSൻ്റെ ഡോക്ടർ വീരമണി സാമ്പത്തിക വശങ്ങൾ നോക്കാനും പാരിസ്ഥിതിക വശങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് ഒരു എഞ്ചിനീയറായിട്ടുള്ള ശ്രീധർ രാധാകൃഷ്ണനെയും അങ്ങനെ 4 പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയെയും സർക്കാർ അടിയന്തരമായിട്ട് ചുമതലപ്പെടുത്തി. ഇനിയിപ്പോൾ അവർ ഇത് പരിശോധിക്കുകയും ഇതിനാവശ്യമായ എങ്ങനെയാണിത് ഫീസിബിളാക്കുക, വയബിളാക്കുക, കൂടുതൽ എൻവയോൺമെൻറ്റ് പരിക്ക് കുറച്ചെങ്ങനെയാണ് ഈ പരിപാടി ചെയ്യുക, കുടിയൊഴിപ്പിക്കൽ എങ്ങനെ കുറയ്ക്കാൻ പറ്റും, കുടിയൊഴിപ്പിച്ചു കഴിഞ്ഞാലും തിരിച്ചവർക്ക് വസ്തു കൊടുത്ത് കൃഷി ചെയ്യിക്കാമെന്നൊക്കെയാണ് പറയുന്നത്. അതെല്ലാം എങ്ങനെയാണ് നടപ്പിലാക്കാൻ പറ്റുക എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായ ഒരു രീതിയാണ് നടക്കുന്നത്. എന്തായാലും ഇതിനാവശ്യമായ സിൽവർ ലൈനിന് ആവശ്യമായ കല്ലും മണലും ഒക്കെ എവിടെ നിന്ന് ചോദിച്ച പോലെ ഇതും പണിയണമെങ്കിൽ സിമൻറ്റും കല്ലും മണലും പാറയും ഒക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അതൊക്കെ എവിടെ നിന്നാണ്? അങ്ങനെ വരുമ്പോൾ നമുക്ക് എത്ര കോറി പൊട്ടിക്കേണ്ടി വരും? ഈ കോറി സ്വകാര്യ മേഖലയിലാണോ, സർക്കാർ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം ഇതിലും കണ്ടെത്തേണ്ടി വരും. എന്തായാലും നമ്മൾ നേരത്തെ വന്നതുപോലെ ഒരു ഒറ്റയാൻ പോക്കിലല്ല ഇത് പോകുന്നു എന്നുള്ളതാണ് വളരെ സന്തോഷം. ഒരു കമ്മിറ്റിയൊക്കെ വെച്ച് വളരെ കൃത്യമായി ഇതിൻ്റെ പരിശോധിച്ച് എൻവയോൺമെൻറ്റ് കൺസേണും കൂടി എടുത്തുകൊണ്ടായിരിക്കും പണിയുന്നത് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെ വെച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പച്ചക്കുറ്റി ഇടുന്നതിന് മുമ്പ്, പച്ചക്കൊടി കാണിക്കുന്നതിന് മുമ്പ് ഇപ്പോൾ കേരളയിൽ പറഞ്ഞ കൺസേണുകളെല്ലാം, അതിൻ്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമെന്നാണ് നമ്മൾ കരുതുന്നത്. അങ്ങനെ വന്നാൽ സ്വാഭാവികമായിട്ട് കേരള ജനത ഇത് അംഗീകരിക്കും. സ്പീഡിൽ ട്രെയിൻ വേണം എന്നുള്ള കാര്യത്തിലൊന്നും ആർക്കും തർക്കമില്ല. പക്ഷെ പ്രശ്നം അതല്ല. അങ്ങനെ ഒരു ട്രെയിൻ വരുമ്പോൾ എന്താണ് പരിഹാരം, എങ്ങനെയാണിത് മുന്നോട്ട് പോവുക, പച്ചക്കുറ്റി വരുമ്പോൾ മഞ്ഞക്കുറ്റിയിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് ഉള്ളത് എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് വളരെ പ്രധാനം.